കെ സന്തോഷ് കുമാർ ചേരുന്നുണ്ട്. അദ്ദേഹം മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ്. ശ്രീ കെ സന്തോഷ് കുമാർ, ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊക്കെ തിരിച്ചടികൾ ഉണ്ടാകുകയാണ്. കാശ്മീരിന്റെ ഭാഗത്തു നിന്നും പല അതിർത്തി സ്ഥലങ്ങളിലെല്ലാം തന്നെ തിരിച്ചടികൾ നടക്കുന്നുണ്ട്. ഒരു ജവാന്റെ ജീവനൊക്കെ അങ്ങനെ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പല അക്രമങ്ങളും നടക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ഇപ്പോൾ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഒരു തിരിച്ചടി തന്നെ ആയിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണവും ഇങ്ങനെയാണ്. അതായത് ഇതൊരു യുദ്ധത്തിലേക്കൊക്കെ പോകും, പാകിസ്ഥാന് ഭാഗത്തു നിന്നൊരു പ്രത്യാക്രമണം ഉണ്ടാകും, പാകിസ്ഥാൻ ഒരു ആണവ രാഷ്ട്രമാണെന്ന കാര്യം ഇന്ത്യ മറക്കരുത് മുതലായ മുന്നറിയിപ്പുകളൊക്കെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്ത്യ എങ്ങനെയായിരിക്കും ഇതിൽ പ്രതികരിക്കുക? ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മളെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മൾ പല യുദ്ധത്തിലും പാകിസ്ഥാനുമായിട്ട് ഏർപ്പെട്ടില്ല. ഇതുവരെ നമ്മൾ ഇത്രയും ശക്തമായ ഈ നദീതട കരാർ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയെ നമ്മൾ ഇതുവരെ തൊട്ടിട്ടില്ല. കാരണം മാനസിക പരിഗണന വച്ചാണ് ഇന്ത്യ ഇത് ചെയ്യാതിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മളെ തലയിൽ നിന്ന് തലയ്ക്ക് പോലെ വെള്ളം വീണ് കഴിഞ്ഞാൽ അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥ കഴിഞ്ഞപ്പോൾ ഇന്ത്യ തന്നെ തീരുമാനിച്ചു ഇനി ഇവരോട് നോർമലായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ തീരത്തില്ല. ഈ സിന്ധു നദീതട ഇത് തന്നെ നമ്മൾ റദ്ദ് ചെയ്യുകയാണ് ചെയ്തത്. ഈ പദ്ധതി റദ്ദ് ചെയ്തതോടുകൂടി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കൽ പോലും അവരെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നമ്മൾ സാറിന് ഒരു സർജിക്കൽ സ്ട്രൈക്ക് ചെയ്ത്, അതായത് അവരിങ്ങോട്ട് അടിച്ചു, നമ്മളെ കുറച്ചുപേര് മരിച്ചു, ഒരു സർജിക്കൽ സ്ട്രൈക്ക് ചെയ്ത് ഈ പ്രശ്നം സോൾവ് ആവുമെന്നാണ് പാകിസ്ഥാൻ വിചാരിച്ചത്. പക്ഷെ അവരെ ആ ഒരു അസംഷനെ വളരെയേറെ നെഗറ്റീവായിട്ട് ഇനി ഇത് പാകിസ്ഥാനെ ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തോളം, അതായത് 10 കോടി ജനങ്ങളെ ഇത് ബാധിക്കും. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ലെവലിലും അവരെ കാർഷിക വൃത്തിയല്ല 45% മുകളിൽ അപ് ടു 50 വരെ കർഷകരെല്ലാം ഈ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അവരെ കാർഷിക മേഖലയെ അതുപോലുള്ള അവരുടെ GDP-യിലെ ഇതെല്ലാത്തിനെയും പാകിസ്ഥാനെ സാരമായി ബാധിക്കും. ഒരു യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല. അതായത് ജനങ്ങൾ അവിടുത്തെ കർഷകരെല്ലാം അവിടുത്തെ സർക്കാരിനെതിരായി തിരിയും. അതിന്റെ ഭയമാണ് അവർ ഞങ്ങൾക്ക് ന്യൂക്ലിയർ ഉണ്ടെന്നും അവർ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇന്ത്യ അവരെ ആക്രമിച്ച് ഉടനെ തന്നെ ഒരു ചെറിയൊരു അടി നടത്തി ഈ പ്രശ്നം സോൾവ് ചെയ്യണമെന്നാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്ത്യ അത് ചെയ്യത്തില്ല. ഇന്ത്യക്ക് അതിന്റെ ആവശ്യമില്ല. ഇന്ത്യ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ അടിയാണ് ഈ നദീതല കരാർ ഈ കരാർ റദ്ദ് ചെയ്തെന്നുള്ളത്. ഇതിൽ പറയാൻ ഇനി ഒരു അടി ഇന്ത്യ ഇനി പാകിസ്ഥാന് കൊടുക്കാനില്ല. അത് നമ്മൾ അവിടെ ജോലി ചെയ്താൽ നമുക്ക് നല്ലവണ്ണം അറിയാം ഈ ജലത്തിന്റെ വാല്യൂ എന്താണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.